ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ശ്രുതി നബിൽ. അപ്പം ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വരാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റെയിനുവിന് ഇച്ചിരി ഉപ്മാവ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ വൈകുന്നേരമായിട്ട്. അപ്പോൾ അവനൊന്നും സംടൈംസ് അവൻ കഴിക്കും. പിന്നെ പറയാൻ പറ്റത്തില്ല, അവൻ്റെ മൂഡിനനുസരിച്ചിരിക്കും കേട്ടോ അവൻ്റെ ഫുഡ് കഴിക്കലൊക്കെ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഈവനിങ് ടൈമിലൊക്കെ. കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ച് അതല്ലാന്നുണ്ടെങ്കിൽ പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കും. അവന് ചില സമയത്ത് അങ്ങനെയാണ്. ഇപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് എടുത്തിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും വെള്ളം വേണമെന്ന് പറയും, വെള്ളം എടുത്തിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും ചായ വേണമെന്ന് പറയും, ചായ എടുത്ത് ചെല്ലുമ്പോഴത്തേക്കിനും പാല് വേണമെന്ന് പറയും, പാലെടുത്ത് വരുമ്പോഴത്തേക്കിനും പിന്നെയും പറയും അവനതും വേണ്ട, കഞ്ഞി മതിയെന്ന്. അങ്ങനത്തെ ആളാണ് കേട്ടോ. പപ്പ ഓഫീസിലോട്ട് വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ പപ്പേനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പോക്കാണ് കേട്ടോ. അപ്പം അവനെ വീടിൻ്റെ അകത്തിരുന്നിട്ട് ബൈ ബൈ പറഞ്ഞാലൊന്നും ശരിയാകത്തില്ല. അവനെ ലിഫ്റ്റിൻ്റെ അവിടെ വരെ പോയിട്ട് ഒരു ഉമ്മയും കൊടുക്കണം. പിന്നെ അവിടെ നിന്ന് ടാറ്റയും കൊടുത്ത് ലിഫ്റ്റ് അടഞ്ഞു പോയതിന് ശേഷം കേട്ടോ ഇങ്ങോട്ട് കയറി വരാനുള്ളൂ. അപ്പം അതിലിച്ചിരി ഐസ്ക്രീം ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിച്ച് അത് അങ്ങനെ അധികം കൊടുക്കത്തില്ല. പിന്നെ അത് കഴിച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അത് നല്ല പണിയായിപ്പോയി. അവൻ കണ്ട് അതിൽ ഫ്രീസറിൽ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെയും വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്പൂണിൽ ഇച്ചിരി കൂടെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറേ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം റെയിന് പിന്നെ ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ റെയിനും അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ ബൂസ്റ്റിൻ്റെ ഡെപ്പോകളൊന്നും ഞാൻ വെറുതെ കളയില്ല കേട്ടോ. അതൊക്കെ കഴുകി ഉണക്കിയിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ റവ കുറച്ചുണ്ടായിരുന്നത് ബാക്കി ഉണ്ടായിരുന്നത് അതിലിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുള്ളിപ്പം ബൂസ്റ്റിൻ്റെ ഡെപ്പോകളാണ് കേട്ടോ ഇവിടെ. അപ്പം അത് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കിനും റെയിനിതേ പിന്നെയും വന്ന് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഐസ്ക്രീം കിട്ടില്ല എന്ന് കണ്ടപ്പം ആശാൻ പിന്നെ മെല്ലെ അങ്ങോട്ട് പോയി. കുറച്ച് യൂട്യൂബിൽ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് വോയിസ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്, ഫ്രണ്ട്സ് കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, കളിയാക്കണ്ടവർ അവിടെ ഇരുന്നിട്ട് കളിയാക്കും. നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. തളർത്താൻ 1000 പേരുണ്ടാവും, പക്ഷെ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിക്കണം. എനിക്ക് നല്ല മടിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് പറഞ്ഞത് അതങ്ങനെ വന്നോളും, നീ സ്റ്റാർട്ട് ചെയ്യ്, വോയിസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യും, അപ്പം ശരിയായിക്കോളും, പിന്നെ അങ്ങനെ മടിയൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ വോയിസ് ഇടാനൊക്കെ ആയിട്ട്. എനിക്ക് നല്ല മടി തന്നെയായിരുന്നു. ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഇപ്പം എനിക്കിപ്പോൾ പറയത്തക്ക സബ്സ്ക്രൈബേഴ്സും വ്യൂസൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പം ചെറിയൊരു ആശ്വാസമുണ്ട്, ചെറിയൊരു കോൺഫിഡൻസൊക്കെ ഉണ്ട്. നമുക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിപ്പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് ആര് തളർത്തിയാലും നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്നേ, അത്രയേ ഉള്ളൂ. അങ്ങനെ റെയിനുവിൻ്റെ ഉപ്മാവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആയിട്ട് റെയിനുവിനെ അവിടെ കാണാനില്ലേ. അപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് അടുത്ത പണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റൂമിൽ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് ഇത് കിച്ചണിലോട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ച് കൊണ്ടുവന്ന് വെച്ചു. അത് അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചാൽ മതിയെന്ന്, കിച്ചണിൽ വെച്ചാൽ മതിയെന്ന്, ബാഗ് റൂമിൽ വെക്കേണ്ടെന്നാണ് അവൻ പറയുന്നത്. പിന്നെ അത് ഞാൻ കുറച്ച് നേരം എൻ്റെ ചെടീനൊന്ന് പരിപാലിച്ചു ഒക്കെ ചെയ്തു. മറ്റേ സ്പ്രേ ബോട്ടിൽ കണ്ടുകഴിഞ്ഞാൽ കട്ട ശോകമാണ് കേട്ടോ. സ്പ്രേ ബോട്ടിലൂടെ വലുതുണ്ടായിരുന്നത് റെയിൻ എടുത്തിട്ട് അത് ആകെ നശിപ്പിച്ച് കളഞ്ഞു. അതിൻ്റെ സ്പ്രേ ചെയ്യുന്നതൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ തൽക്കാലമുള്ള ചെറിയൊരു ബോട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കിനും ഇത് അവിടെ കരഞ്ഞ് പിഴിഞ്ഞ് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വീണു. അങ്ങനെ വീണത് ഞാൻ അവനുള്ള ഉപ്മാവും ചായയും പാലൊക്കെ വെച്ചിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ വിളിച്ചപ്പോഴത്തേക്കിനും അവൻ വരണില്ല. അപ്പം എന്നാൽ ഞാൻ ഇരുന്ന് കഴിക്കുവാടാ, നീ വരണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും വേഗം വന്ന് അടുത്തിരുന്നു. പറഞ്ഞ പോലെ തന്നെ 2 ഭാഗം കഴിച്ചു, പിന്നെ കഴിച്ചൊന്നുമില്ല. ആ 2 ഭാഗം കഴിച്ചപ്പോഴത്തേക്കിനും ഒടുക്കത്തെ എക്സ്പ്രഷൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് തൊട്ടൊന്നുമില്ല. അവനങ്ങനെയാണ്, ക്യാമറ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും സൂപ്പർ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ കഴിക്കത്തൊന്നുമില്ല. എല്ലാവരും പറയും ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവനെന്തോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അത് പറയും. ഇപ്പം തന്നെ അതേ കണ്ടില്ലേ, ഞാനപ്പം കുറച്ച് മിനുക്ക് പരിപാടികളാണ് കേട്ടോ. ആദ്യം 2 ദിവസം കൂടുമ്പോൾ ഒന്നരാടം വെച്ചിട്ടൊക്കെ ചെയ്തിരുന്ന പരിപാടിയാണ് കേട്ടോ ഈ നെയിൽ പോളിഷ് കളയിലും പുതിയത് ഇടലൊക്കെ, പുതിയ കളറുകളൊക്കെ ഇടലൊക്കെ. ഇപ്പം അത് ഒരാഴ്ചയായി, ഇപ്പം അത് 2 ആഴ്ചയായി, ഇപ്പം അത് 3 ആഴ്ചയായി. അപ്പോൾ ഒത്തിരി നാളായിട്ട് വിചാരിക്കാം. അപ്പം ഇന്നെന്തായാലും അതെടുത്ത് ഒന്ന് പഴയതൊക്കെ ഒന്ന് കളഞ്ഞ് പുതിയതൊന്ന് സെറ്റാക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ അത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടും അത് എനിക്ക് എന്നെ സഹായിച്ച് എൻ്റെ
പുത്രനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അവനത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനങ്ങനെ കൊടുക്കത്തില്ല കേട്ടോ അത്. പിന്നെ അവനിപ്പം ഈ നെയിൽ പോളിഷിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെ ഊരാനൊക്കെ ആയിട്ട് അവനറിയാം. അങ്ങനെ അതൊക്കെ വലിച്ചൂരിയിട്ട് ആശാൻ ഒറ്റയ്ക്കൊക്കെ ഓരോന്ന് ചെയ്യാനൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇട്ടണം കണ്ടിട്ട് അവനും ഇട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നെയിൽ പോളിഷ് ഇടാണ്. അപ്പം ഞാൻ ചെയ്യണം അതേപോലെ തന്നെ ഇരുന്ന് ഓരോന്ന് ചെയ്യുവാണേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെറുതായിട്ടൊരു അടിയൊക്കെ ആയി തുടങ്ങി. അതവനെ വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായി തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഇടയിലൊക്കെ അവസാനിപ്പിച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഒന്നിങ്ങനെ കാണിച്ച് കൊടുത്തപ്പോഴത്തേക്കിനും അതുപോലെ ഇരുന്ന് കാണിക്കുക കേട്ടോ, ക്യാമറയിലേക്കൊക്കെ നോക്കിയിട്ട്. ഇതിങ്ങനെ ഞാൻ ചെയ്യുന്ന ഒട്ടും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ ചെയ്യണം അതേപോലെ ഇരുന്ന് ചെയ്യുവാണേ. അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല കൈ പിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ച് കൊടുത്തപ്പോൾ അതുപോലെ ഇരുന്ന് ചെയ്യുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് നേരം അവൻ്റെ കാറിൽ കയറിയിരുന്ന് കളിച്ച് കിട്ടും. ബെൽറ്റ് ഇടാൻ നോക്കാം കേട്ടോ കാറിൽ കയറിയിരുന്നിട്ട്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈകുന്നേരമായി. അപ്പോൾ അവന് ചോറൊക്കെ കൊടുത്ത് വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ പപ്പയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ, ഓഫീസിലോട്ട് പോവാണേ. അപ്പോൾ അതേ പോണ വഴിക്ക് ആശാൻ തന്നെ നടക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് തന്നെ നടക്കുകയാണെ ഓടി. അപ്പം എനിക്ക് വഴി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ നേരെ കണ്ടതാണ് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലാറ്റ്. ന്യൂജൂമിലൊന്ന് കയറണമായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ന്യൂജൂമിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നാളെ ഫ്രൈഡേ ആണല്ലോ, അപ്പം ഇച്ചിരി ചിക്കനൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും പിന്നെ റെയിനു ഉറങ്ങി കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാണല്ലോ അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ വേഗം ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.